ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ഷോർട്സ് ഇട്ടിരുന്നു ഷോപ്പിംഗ് വീഡിയോൻ്റെ. അപ്പോൾ അതിൻ്റെ കുറേ പേരെൻ്റോട് ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞു. കൂടുതൽ ഇൻസ്റ്റയിലാണ് ചോദിച്ചത്. പിന്നെ അത് ഡിലേ ആയിപ്പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കൈക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. പിന്നെ അതിൻ്റെ ടൈം കഴിഞ്ഞ് പിന്നെ അത് ഇടുന്നത് ശരിയാണോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ എടുത്ത് വെച്ചപ്പം ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ആദ്യം കാണിക്കാം. ഇത് പില്ലോൻ്റെ കവറാണ്. 3 ദിറംസാണ്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിലാകെ ഒന്നേ കാണുന്നുള്ളൂ. അത് അവിടെ മിസ്സായി പോയിട്ടുണ്ട്. നമ്മൾ ഇതിന് സ്യൂട്ടാന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ മടിയുണ്ടേനു. പക്ഷേ ഇതിന് കറക്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, മോൻ്റെ ഫസ്റ്റത്തെ അക്ഷരം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള മക്കളും കൂടിയും അടിയാണ്. അവരുടെ അക്ഷരങ്ങളും വേണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഈ ഒരു ബ്ലാക്ക് ഒരു ബൗള്, പിന്നെ ഈ ഒരു പ്ലേറ്റ് എല്ലാം ഒന്നൊന്നേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പ്ലേറ്റ് എനിക്കിങ്ങനെ കുറേ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും 1, 2 അങ്ങനെയെല്ലാം ഞാൻ എടുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് വീഡിയോയിലെല്ലാം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ വീട്ടിൽ കൂടുന്ന ആൾക്കാർ, അതുപോലെ നാട്ടിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം സെറ്റായിട്ടെല്ലാം മേടിക്കുക. ഒരു 2 ദിറംസ് 3 ദിറംസ് ആ ഒരു റേഞ്ചിലാണ്. അതുപോലെ ഈ ഒരു ഇലക്ട്രിക് ഊതിൻ്റെ സ്റ്റാൻഡ് 5 ദിറംസാണ്. നമ്മൾ സിൽവറേനും കണ്ടുവച്ചത്. പക്ഷേ കിട്ടിയപ്പം ഗോൾഡാണ് എനിക്കിഷ്ടം. ഇത് മോൻ്റെത് ഹസ്ബൻഡിൻ്റെയും സെലക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രാഗ്രൻസ് ഊത് മേടിച്ചിട്ടുണ്ട്. ഇതിന് 12 ദിറംസ് ഉണ്ട്. എൻ്റെ അടുത്ത് നോർമലായിട്ടുള്ള ഊതിൻ്റെ സ്റ്റാൻഡിനും ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ഉപകാരമുള്ളത് ഈ ഒരു ഫയലാണ്. മക്കൾസിന് 2 നല്ലോണം ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഈ കാർട്ടൂൺ പിക്ചറിലുള്ളതുകൊണ്ട് 1 ദിറംസാണ്. ഇപ്പം അതിന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓഫർ ഉണ്ട് അവിടെ. വീണ്ടും വേറെ എന്തിനെല്ലാം ഓഫർ ഉണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനത്തേനെല്ലാം അധികം കൂടുമൊന്നുമില്ല. അത്ര തന്നെയായിരിക്കും ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ഒരു നോട്ടിനും 1 ദിറംസാണ്. 1 ദിറംസാന്ന് വെച്ചിട്ട് കുറേയൊന്നും മേടിച്ചിട്ടില്ല. 3 ആൾക്ക് 3 എണ്ണം മേടിച്ചിട്ട് വരെയുള്ളതാണ് മേടിച്ചത്. കാരണം കുറേയൊന്നും വാങ്ങിക്കൂട്ടുന്നതല്ല. നമ്മൾ ചെറിയ എമൗണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ ഒരുമിച്ചിട്ട് സാധനം മേടിക്കുമ്പോൾ നല്ലൊരു റേറ്റ് ആവും. അതുകൊണ്ട് ഓഫർ എന്നെല്ലാം പറയുമ്പം ശ്രദ്ധിച്ചിട്ടേ മേടിക്കാവും, നല്ലോണം നോക്കിയിട്ട്. പിന്നെ ഇത് 3 ദിറംസാണ്. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കുറേ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കിഡ്സിൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം നോർമലി ഓലടുത്ത് വാട്ടർ ബോട്ടിൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ജ്യൂസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ടിഫിൻ ബോക്സിൽ ഒരു സ്പൂണ് കാണുന്നുണ്ട്. ഞാൻ ഈ ഇഡ്ഡലിയെല്ലാം കൊടുക്കുമ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ ചട്നി ഒഴിക്കുന്നത് അതും ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. പുറത്തൊന്നും ആകുന്നില്ല, കിറ്റിലൊന്നും ആകുന്നില്ല എന്ന് അവർ പറഞ്ഞത്. പിന്നെ നന്നായിട്ട് തണിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം ഇതിൽ ചൂടുള്ളൊന്നും ഇടാൻ പറ്റൂലല്ലോ. പിന്നെ നോർമലായിട്ട് മക്കൾക്ക് തണിച്ചിട്ടേ കൊടുക്കലുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫാൻ്റെ ചോട്ടിൽ വെച്ച് തണിച്ചിട്ടേ അവർക്ക് കൊടുക്കലുള്ളൂ. അടുത്തതായിട്ടുള്ളത് ഹെയർ ക്ലിപ്പുകളും അങ്ങനത്തെ കാര്യങ്ങൾ. അതിനെല്ലാം ഒരു 2 ദിറംസ് 3 ദിറംസ് ആ ഒരു റേഞ്ചിലാണുള്ളത്. ഈ ഒരു സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് കുക്ക് ചെയ്യാനെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ എല്ലാം കുറേ കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 ബോക്സ് സെറ്റിന് 5 ദിറംസാണ്. ഇതിൽ ഞാൻ ചട്നി അവർക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കും. അതുപോലെ എനിക്ക് ഏറ്റവും ഉപകാരമുള്ളത് ഈ ഒരു ക്ലോത്താണ്. 1 ദിറംസേ ഉള്ളൂ. നല്ലോണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് തുടക്കാനെല്ലാം പറ്റുന്നുണ്ട്. ടേബിളും കൗണ്ടർ ടോപ്പെല്ലാം ഞാൻ ഇത് ഉപയോഗിച്ച് തുടക്കാൻ പറ്റുന്നുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്പൂണ് ഇതിന് 2 ദിറംസോ 3 ദിറംസാന്ന് തോന്നുന്നത്. പക്ഷേങ്കിൽ ഇത് വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഡെയിലി യൂസിന് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പഴയ അരിപ്പ തന്നെയാന്ന് തോന്നുന്നു, നല്ലതെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്കെല്ലാം 1 ദിറംസാണ്. അത് ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേ ഉള്ളൂ സാധനങ്ങൾ. പിന്നെ അങ്ങനെ ഉള്ളോട്ട് പോകുമ്പോൾ കുറേ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം കാണുന്നത്. ആർക്കിർക്ക് സാധനങ്ങളൊന്നും അറിയില്ല. അതുപോലെ ഇതിന് 5 ദിറംസാണ്. ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി കുറഞ്ഞതും അവിടെ ഉണ്ട്. കുട്ടികളെ ഹെയർ ആക്സസറീസ് കുറേ ഉണ്ട്. എല്ലാത്തിനും ഒരു 2 ദിറംസ് ആ ഒരു റേഞ്ചിനേ ഉള്ളൂ. പ്രത്യേകിച്ചിട്ട് 2 ആൾ സ്കൂളിൽ പോകുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഓലിക്ക് വേണ്ടിയിട്ട് വൈറ്റാണ് മേടിച്ചത്. അധികമൊന്നും മേടിച്ചിട്ടില്ല. നിങ്ങൾ കാണുന്ന ആകെ ഒരു 2 പാക്കറ്റ് വൈറ്റ് മേടിച്ചിട്ടുള്ളൂ. പിന്നെ കളറ് ഒരു ബോട്ടിൽ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഗോൾഡൻ കളർ സ്പൂൺ ഒന്നേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സോപ്പ് ഞാൻ നെസ്റ്റോയിൽ ഇതിൽ മുന്നേ ഓഫർ കണ്ടിരുന്നു. അപ്പോൾ ഇതൊന്ന് മേടിച്ച് നോക്കിയതാണ്. അതിനുശേഷമുള്ള വീഡിയോയിലെല്ലാം എൻ്റെ ഒരു കൈ മാത്രമേ കാണുള്ളൂ. അത് ഇതുകൊണ്ടാണ്. പിന്നെ മോൾക്ക് പഠിക്കേണ്ടിയിട്ട് ഇതൊന്നും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഒന്നുമില്ല, ചട്ടയുമില്ല. കൂടെ കിട്ടിയ ഈ സ്കെച്ച് പെന്നെല്ലാം മൊത്തത്തിൽ അവൾ പോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. കുഞ്ഞു സാധനങ്ങൾ. ടോട്ടലി 86 ദിറംസാണ് എനിക്ക് ആയത്. പ്ലേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഷോപ്പ് അജ്മാലാണ്. ഇത്തിഹാദ് റോഡ് ഡേ ടു ഡേന് കഴിഞ്ഞ വാടകയാണ്. പിന്നെ എനിക്ക് അതിൽ കൂടുതൽ
ഒന്നും അറിഞ്ഞുകൂടാ, കാരണം ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. പിന്നെ ആടെയുള്ള മറ്റുള്ള സാധനം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ജഗ് ഉണ്ടല്ലോ, ഇതിന് 15 ദിറംസ് ആണ്. കാണാൻ നല്ല രസമില്ല. അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഊതിൻ്റെ സ്റ്റാൻഡാണ്, പക്ഷേ ഇത് മാനുവലാണ്. അതുപോലെ മറ്റൊരു ക്ലോത്ത് ഉണ്ട്, പക്ഷേ ഇത് 3 ദിറംസ് ആണ്. എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ആ 1 ദിറംസിൻ്റെ ആണ്. പിന്നെ ഇങ്ങനെയുള്ള കുറേ പാത്രങ്ങളുണ്ട്, ഇതിനെല്ലാം ഒരു 1-2 ദിറംസ് ആണ്. കണ്ട ഈ ഒരു ട്രെയിന് 3 ദിറംസ് ആണ് കാണുന്നത്. ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു റൗണ്ട് ടൈപ്പ് ഈ ഒരു ഭാഗത്തുള്ളതിനെല്ലാം 2-3 ദിറംസ് ആണ്. അവിടെ തന്നെയാണ് ആ ബ്ലാക്ക് പ്ലേറ്റ് എല്ലാം മേടിച്ചത്. ഇവിടുന്ന് വേറൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് 1 ദിറംസ് തന്നെ ഫുള്ളായിട്ടുള്ളത്. കണ്ട ഇങ്ങനെയുള്ള കുറേ അർക്കർക്ക് സാധനങ്ങളുണ്ട്. പിന്നെ ഇതിന് 3 ദിറംസ് ആണ്. ഇതാണ് 1 ദിറം മാത്രം എന്ന് പറയുന്നത്. പക്ഷേ 1 ദിറം 2 ദിറം അങ്ങനെയെല്ലാം റേഞ്ച് ഉണ്ട്. ഈ നേരത്തെ കാണിച്ചിട്ടില്ലേ 1 ദിറംസിന് എടുത്ത കാറെല്ലാം, അതെല്ലാം ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത്. കുറേ ഉണ്ട് ഇതുപോലത്തെ. അപ്പം നോക്കിയിട്ട് മേടിക്കണം ഇവിടുന്ന്. മോൾ ആദ്യം കുറേ ടോയ്സ് എല്ലാം എടുത്തിട്ടുണ്ട്, ഇത് വാങ്ങി തരുമോ എന്നെല്ലാം ചോദിച്ചിട്ട്. പക്ഷേ ഇത് കൊടുത്തപ്പം അത് തിരിച്ചും കാണുന്നു, മെല്ലെ കാണാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ നൊസ്റ്റാൾജിക് കുറേ ടോയ്സ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്, അതിനെല്ലാം 1 ദിറംസ് ആണ്. പിന്നെ ഈ ഒരു കത്തിക്കും 1 ദിറംസ് തന്നെയാണ്. 2 എണ്ണം ഉണ്ട്. അതുപോലെ ഇവള് കുറേ സാധനങ്ങളെല്ലാം എടുത്തിരുന്നുണ്ട്, ഇത് വേണമെന്നല്ല മറ്റും. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് മക്കൾസിൻ്റെ സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അതും ഇവിടെ കുറേ ഉണ്ട്. എനിക്ക് നോട്ട്സ് ഒന്നും അധികം വേണമെന്നില്ല, കാരണം സ്കൂളിൻ്റെ തന്നെ പേരടിച്ചിട്ടുള്ള നോട്ട്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ചിത്രം വരയ്ക്കാനെല്ലാം നോട്ട് വേണ്ടത് മെയിനായിട്ട്. അതുപോലെ തന്നെയാണ് മക്കളെ ഹെയർ ആക്സസറീസ് ഇവിടെ കുറേ ഉണ്ട് കളക്ഷൻസ്. പെൺകുട്ടികളുള്ളവർക്ക് മനസ്സിലാവും, കാരണം ഇതിൻ്റെ അവസ്ഥ എത്ര കിട്ടിയാലും മതിയാവില്ല. അവർക്ക് നമ്മൾ ഹെയർ ക്ലിപ്പെല്ലാം കുത്തി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അതൊന്നും തലയിൽ ഉണ്ടാവില്ല, ദിവസവും വേണ്ട വരും. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ഞാൻ ഈ 1 ദിറംസിൻ്റെ ക്ലോത്ത് മേടിച്ചത്. പിന്നെ അതുപോലെ തന്നെ നെയിൽ കട്ടർ, ബ്രഷ്, അങ്ങനെ ചീർപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ എല്ലാത്തിനും 1 ദിറംസ് ആണ്. പിന്നെ ഞാൻ വൈറ്റ് ഹെയർ ബാൻഡ്, വൈറ്റ് മുടുക്കുത്തിയെല്ലാം എടുത്തിന് സ്കൂളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗൾഫിൽ നിന്ന് ആരെങ്കിലും നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും പെട്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് എന്തെന്നാ ഉള്ളതെന്നറിയാം. പക്ഷേ അവരെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സാധനങ്ങൾ മേടിക്കുന്നത് നമ്മൾ അന്നേരം മനസ്സിലാക്കൂല. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് മനസ്സിലാവും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സാധനങ്ങൾ മേടിക്കുന്നത്. അതുപോലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു സാധനമാണ്. പാത്രമെല്ലാം വെക്കുകയും ചെയ്യാം, അതുപോലെ ക്ലോത്ത് ആയിട്ട് പിരിക്കുകയും ചെയ്യാം. ഇതിന് 5 ദിറംസ് ആണ്. ഒരു സാധനങ്ങൾ എൻ്റെ കൈ കണ്ടിട്ടുണ്ടാവും, 2 ദിറംസ് ആണ് ഒറ്റ ഒന്നിന്. അതുപോലെ ഈ ഒരു ബോട്ടിൽ, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കണ്ട്. അതുപോലെ 5 എണ്ണത്തിന് 5 ദിറംസും പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണിത്. ഇതെനിക്ക് നല്ല ഉപകാരമുണ്ട്, എയർ ടൈറ്റ് ആണ്. അതുപോലെ ഒട്ടിക്കാൻ പറ്റിയ ഹുക്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഞാൻ 2-3 എണ്ണം റൂമിലേക്ക് മേടിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം മുന്നേ മേടിച്ചതാണ്. സ്ലേറ്റ് ആണ് ആദ്യം കണ്ടത്, പിന്നെ വലുത് കണ്ടപ്പോൾ അതിലേക്ക് അങ്ങ് പോയി. ബാക്കി മൊത്തം സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഈ ഒരു ഏരിയയിലുള്ളത്. പെൻസിലും കളറും പിന്നെ അതുപോലെ തന്നെ പൗച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു കൗണ്ടറിലുള്ളത്. ചെറിയ ചെറിയ റേറ്റ് എല്ലാം കാണുമ്പം ഒരുമിച്ചിട്ടെല്ലാം വാങ്ങുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ഈ ഒരു കപ്പിനെല്ലാം 2 ദിറംസ് 3 ദിറംസിലാണ് റേഞ്ച് ഉള്ളത്. ഒറ്റ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ അടുത്ത് അത്യാവശ്യത്തിനുള്ള ഇവിടെ എല്ലാം ഉണ്ട്. അതുപോലെ ഈ ഒരു പില്ലോ കവർ ഇവിടുന്ന് കുറേ നോക്കിയിട്ടാണ് 2 കവർ എടുത്തത്. നമ്മളെ പില്ലോന് മാച്ചാവെന്ന് വിചാരിച്ചിട്ട് മിസ്സായി പോയ ഒരു പില്ലോ കവറാണ് ഈ ഒരു പിങ്ക് കവർ. ബാക്കി എടുത്തത് ഇതാണ്. അങ്ങനെ നമ്മളെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോൾ അത്രയും തിരക്കാണ് അവിടെ. കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബില്ലടിക്കാൻ പറ്റിയത്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, ബോക്സും കാര്യങ്ങളും. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് നോക്കാമെന്ന് വെച്ചു. എനിക്കിങ്ങനെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെല്ലാം നല്ല റേറ്റ് ഉണ്ട് കേട്ടാ. ഞാൻ ആ റേറ്റും കൂടി ഒന്ന് നോക്കിയിട്ടുണ്ട്. 40 ദിറംസ് ഉണ്ട്. നമുക്കൊരു സ്പൂണ്, അതുപോലെ തന്നെ ഒരു കത്തി, അങ്ങനെയല്ലേ വേണ്ടുള്ളൂ. പുതുതായിട്ട് വീട്ടിൽ കൂടുന്ന ആൾക്കാർക്കെല്ലാം ഇതിനോട് നല്ല ഇഷ്ടം ഉണ്ടാവും, എല്ലാത്തവർക്കും ഉണ്ടാവും കേട്ടോ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഇതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമില്ല, നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം. ഈ ഒരു ഐറ്റംസിനെല്ലാം 10 ദിറംസ് 12 ദിറംസ് ആ ഒരു റേഞ്ചാണ്. ഒരുമിച്ച് വാങ്ങിക്കാണ്ട് ഇഷ്ടമുള്ളത് 1-2 എടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും. പിന്നെ റേറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടില്ല. 10 ദിറംസിൻ്റെ മേലെ ഉണ്ട്. മാത്രം എടുക്കുന്നതാണെങ്കിൽ എനിക്കത് എടുത്തിട്ട് പോരാം. പക്ഷേ ഞാൻ മുന്നേ പർച്ചേസിങ് ചെയ്തുകൊണ്ട് പിന്നെ ആ ഭാഗത്തേ പോയിട്ടില്ല. ഞാൻ ഒരു കാൽക്കുലേഷൻ വെച്ചത് 1 ദിറംസ് 2 ദിറംസ് 3 ദിറംസ് മാക്സിമം, അതിലപ്പുറത്തെ സാധനം ഞാൻ എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. പ്രത്യേകിച്ചിട്ട് 100 ദിറംസിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടേനും. നമ്മൾ എടുക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് എടുത്തോ അത്രക്കും സാധനങ്ങൾ കാണുമ്പം. പിന്നെ കുട്ടികളുടെ സാധനങ്ങളാണ് കൂടുതലായിട്ട്. മോൾക്ക് ഈ ഒരു മുടുക്കുത്തിയൊന്നും അവൾക്ക് പിടിക്കുന്നില്ല. അവൾ പിങ്കിൻ്റെ ആളാണ്, അവൾക്ക് എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിങ്ക് വേണം. അതുകൊണ്ട് തന്നെ പിങ്ക് തന്നെയാണ് വീണ്ടും ഞാൻ എടുത്തത്. എൻ്റെ കണ്ണും അതിൽ തന്നെയാണ് പോവുക. പിന്നെ ഹെയർ ബാൻഡും കാര്യങ്ങൾക്കെല്ലാം 2 ദിറംസെല്ലാണ്. ഈ ലബൂബുവിൻ്റെ മുടുക്കൂത്തി കണ്ടപ്പം ലബൂബുവിൻ്റെ മുടുക്കൂത്തി വേണമെന്ന് പറഞ്ഞു. ആകെ ഒറ്റ ഒന്നേ ഉള്ളൂ, അതും ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കാണാണ്ട് ഇടും. ഈ ഒരു സെക്ഷൻ മൊത്തം
മൊത്തം ലേഡീസിൻ്റെ സെക്ഷനാണ്. ഹെയർ ക്ലിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിതൊന്നും എടുത്തിട്ടില്ല, ഒറ്റ ഒരു പോണി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ മക്കൾക്കെല്ലാം പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ പിന്നെ ഈ ഒരു ഐറ്റംസ് ഒന്നും മക്കൾക്ക് ഇട്ട് കൊടുക്കില്ല, എന്തായാലും അവർ കളയും, ഒരു പ്രാവശ്യമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ നാട്ടിലാണെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് കല്യാണത്തിനൊന്നും പോകുന്നില്ല, എവിടെയും പോകുന്നില്ലല്ലോ. സാധനങ്ങളെല്ലാം വില്ലടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇൻസ്റ്റ നോക്കിയവരാണ് ആ ചെയർ കാണുന്നില്ല എന്ന് മനസ്സിലായത്. ചെറിയ മക്കളെ ഒരു 6 ദിറംസിൻ്റെ ചെയർ കണ്ടിട്ടുണ്ടേനും, അത് മുകളിലാണുള്ളത്. പിന്നെയാണ് വീണ്ടും മുകളിലേക്ക് കയറി. അന്നേരം കുറേ കണ്ടു പാത്രങ്ങൾ. പിന്നെ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പാത്രങ്ങൾ വീഡിയോ എടുത്ത് 1, 2, 3 പാത്രങ്ങൾ എടുത്തു. അങ്ങനെ എടുത്ത പാത്രങ്ങൾ ഈ ഒരു ഓവൽ ഷേപ്പുള്ള പാത്രങ്ങളും ഈ ഒരു പ്ലേറ്റും കാര്യങ്ങളെല്ലാം, അതുപോലെ ഈ ഒരു ബൗള് ഇതിന് 10-12 ദിറംസാണ്. ഞാൻ എടുത്തിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചെറിയ ഒരു ബൗളുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ ഈ ഒരു വലിയൊരു ട്രേ ഉണ്ട്, ഇതിന് 12 ദിറംസ് എന്നാ മോൻ പറഞ്ഞതിൽ 14. പിന്നെ ഈ ഒരു ഫ്ലവർ ഒരു പീസിന് 2 ദിറംസ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ കളറിലാണ് എനിക്കിഷ്ടം. അതുപോലെ ഈ ഒരു നിലത്ത് പിരിക്കുന്നില്ലേ, വലുതും ചെറുതും അങ്ങനത്തെ എല്ലാം ഉണ്ട്. 8 ദിറംസ് 9 ദിറംസ് ആ ഒരു റേഞ്ചിലുള്ളത് വീഡിയോയിൽ എടുക്കുന്നവർക്ക് പറ്റിയതാന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓയിലെല്ലാം ഒഴിക്കുന്നതാന്ന് തോന്നുന്നത്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു പിങ്ക് കളർ കണ്ടതിന് ശേഷം. പിന്നെ എൻ്റെ കണ്ണ് പോയത് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിലാണ്. എനിക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണിത്. നാട്ടിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതുണ്ട്. ഞാൻ വീട്ടിൽ കൂടിയ പാടെ തന്നെ ഉപയോഗിക്കൽ തുടങ്ങിയതാണ്. അത്യാവശ്യം വിക്സും അതുപോലെ പനീൻ്റെ മരുന്നും പഞ്ഞും എല്ലാം ഞാൻ അതിൽ വെച്ചിട്ട് ഉപയോഗിക്കും. പെട്ടെന്ന് തന്നെ എനിക്ക് കിച്ചണിൽ വെക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വീട്ടിൽ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ മുറിയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓടുക ചെയ്യുക, മരുന്നിന് വേണ്ടിയിട്ടും അതുപോലെ തുണിക്ക് വേണ്ടിയിട്ടെല്ലാം ഇതിൽ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ കുറേ പാത്രങ്ങളെല്ലാം കണ്ടു. ആ ഒരു ബൗളിന് 10 ദിറംസാണ്, 5 എണ്ണം ഉണ്ട്. മുകളിൽ നിന്ന് 2-3 പാത്രം എടുത്തിട്ട് ഞാനിങ്ങ് പോന്ന്. അതുപോലെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഞാൻ ഷോർട്സിൽ കാണിച്ചതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. പിന്നെ ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് വാവ് ജനറൽ ട്രേഡിംഗ് എന്നാണ്. ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫസീല അൻസാർ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടും പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം നാട്ടിൽ പോകുന്നവർക്കും അതുപോലെ ഈ അടുത്തെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ മുന്നേ ഞാൻ 2-3 ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഷോപ്പിങ്ങിൻ്റെ. അത് ഞാൻ പോയി പർച്ചേസ് ചെയ്തതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏതാണെന്ന് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടാം. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയ പുതിയ റെസിപ്പിയും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.